എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ച മുഴുവനും പ്രത്യേകമായ ചില മീറ്റിങ്ങുകളുടെ ആഴ്ചയാണ്. ഇന്നലെയും മിനിയാന്നാളും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുട്ടികളുടെ VBS അല്ലെങ്കിൽ പ്രൈസ് ജനറേഷൻ്റെ ജീസസ് ക്യാമ്പ് നടന്നു. വലിയ അനുഗ്രഹമായിരുന്നു. നാളെ മുതൽ 3 ദിവസത്തെ പ്രത്യേകമായ ഉപവാസ പ്രാർത്ഥനയാണ്. എല്ലാവരും ഒരുങ്ങുക. പ്രൈസ് ജനറേഷൻ ചർച്ച് മുഴുവനും ഈ ഉപവാസ പ്രാർത്ഥനയിൽ കാണണം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായിട്ട് ഈ മെയ് മാസം വലിയ വാഗ്ദത്ത നിവർത്തികൾ കാണാൻ ഈ മാസം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ 4 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ കാണുന്ന ഒരത്ഭുത മാസമായി മെയ് മാസത്തെ നമുക്ക് വിശ്വസിക്കാം. ദൈവത്തെ പോലെ നമുക്ക് വിളിച്ചു വരുത്താം. നാം പറയുന്നത് സംഭവിക്കും. ഈ മെയ് മാസം വലിയ അത്ഭുതങ്ങൾ നടക്കും, വലിയ വിടുതലുകൾ നടക്കും, വലിയ ഉയർച്ചകൾ നടക്കും. നാം എന്തു പറയുന്നുവോ അതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചെയ്യും. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകില്ല. വിശ്വസിക്കുന്നവർ ഓടിപ്പോകില്ല. വിശ്വസിക്കുന്നവർക്ക് പിന്മാറിപ്പോകാൻ കഴിയില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് അറിയപ്പെടും. അതാണ് അബ്രഹാമിൻ്റെ ചരിത്രം. അപ്പോൾ വിശ്വസിക്കുന്നവർ ദൈവത്തോട് കൂടുതൽ അടുത്ത് നടക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് തിരിച്ചറിയണമെന്ന്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെയോ വ്യാപരിക്കാൻ പോവുകയാണ്. ഇതെല്ലാം വിശ്വാസത്താൽ നടക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഉപരി കർത്താവിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നമ്മൾ വാർത്തെടുക്കണം. വിശ്വാസം പോലും കൃപയാലാണ്. നമ്മളായിട്ട് എഫർട്ട് എടുത്തൊരു വിശ്വാസിയാകാൻ കഴിയില്ല. എഫേസ്യ ലേഖനം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. റോമാലേഖനം 12 പറയുന്നു, ഓരോരുത്തനെ അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അളവ്, ഓരോരുത്തർക്ക് അവരവർക്ക് വേണ്ട വിശ്വാസത്തിൻ്റെ അളവ് പങ്കുവച്ചിരിക്കുന്നു. എല്ലാവരിലും വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഉയരാനുള്ള വിശ്വാസം ദൈവം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ല എന്നാരും പറയരുത്. എല്ലാവർക്കും കർത്താവ് അളന്ന് വിശ്വാസം തന്നിട്ടുണ്ട്. അത് മതി. ആ വിശ്വാസത്തെ നമ്മൾ ജ്വലിപ്പിക്കുക. ആ വിശ്വാസത്തെ നമ്മൾ വളർത്തുക. ഉള്ളതിനെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണി നിലത്തിട്ടാൽ അത് വളരും. ആകാശത്തിലെ പക്ഷികൾ വന്ന് കൂടുവെക്കത്തക്ക രീതിയിൽ അത് വലിയൊരു വൃക്ഷമായി മാറും. സസ്യങ്ങളിൽ അത് ഏറ്റവും വലുതാകുമെന്ന്. ചെറിയ കടുകുമണിയെ വലിയ സസ്യമാക്കി, വലിയ വൃക്ഷമാക്കി മാറ്റുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യണം. നമുക്കുള്ള വിശ്വാസത്തെ നമ്മൾ വളർത്തണം. കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ആശങ്കയോടെ പറഞ്ഞു. അപ്പോൾ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം. വിശ്വാസത്തെ സജീവമാക്കണം. വിശ്വാസത്തെ ഒരു വൃക്ഷമാക്കണം. അങ്ങനെ വിശ്വാസത്തിന് വലിയ ഒരു വളർച്ചയുണ്ടാകണം. വലിയ കൊമ്പുകൾ ഉണ്ടാകണം. വലിയ ഫലമുണ്ടാകണം. ആ വിശ്വാസമാകുന്ന മരച്ചില്ലകളിൽ വന്ന് ചേക്കേറാൻ പല രാജ്യത്തുള്ള പക്ഷികൾ വന്നിരിക്കണം. ആകാശത്തിലെ പക്ഷികൾ. നിന്റെ വിശ്വാസം സജീവമായാൽ ദൂരെയുള്ളവർ പോലും നിന്റെ വിശ്വാസത്തിൽ ആശ്രയിക്കും. അതാണ് കടുകുമണി. ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. ധൈര്യപ്പെടുക. വിശ്വാസത്തിൽ നമുക്ക് വളരാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശം
സ്നേഹകരം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ ക്രൂശിൻ സ്നേഹം പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ ക്രൂശിൻ സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 19 മുതൽ വായിക്കുമ്പോൾ, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. അപ്പൊ കർത്താവിൻ്റെ ആഗ്രഹം ആകാശത്തിലും ഭൂമിയിലും വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കണം. കർത്താവിൻ്റെ നാട് വരുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കണം. യേശുവിൻ്റെ 2-ാമത്തെ വരവിന് മുമ്പ് എല്ലാവരും അഭിഷേകം പ്രാപിച്ച് എല്ലാവരും പുതുതായി മാറണം. എല്ലാവരും തീരുമാനങ്ങളുള്ളവരായി, എല്ലാവരും കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരായി മാറണം. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയെ ഒരുക്കണം. എന്തെല്ലാം കാര്യമാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. നമ്മൾ വായിക്കുന്നു, 1-ാം നൂറ്റാണ്ടിലെ സഭ ഭയങ്കരമായിട്ട് വളർന്നു. പിന്നീട് ചരിത്രം പറയുന്നു, AD 4 ആയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലാതെയായി, സഭ പിന്മാറ്റത്തിൽ പോയി. പരിശുദ്ധാത്മാവില്ലാഞ്ഞിട്ടാണോ? പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളവരില്ലാതെ പോയി. ജനം പിന്മാറ്റത്തിലേക്ക് പോയി. വിഗ്രഹാരാധനയും അന്യാരാധനയും ദൈവസഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. രാജാക്കന്മാരും ഉന്നതന്മാരും രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് അവരുടെ ആചാരങ്ങൾ കളയാതെ അവരതും കൊണ്ട് അകത്തോട്ട് വന്നു. ഇതുപോലെ സഭയിൽ വരുന്ന പലരും സഭയിലെ അകത്തേക്ക് കൊണ്ടുവരുന്ന കുറെ ആചാരങ്ങളുണ്ട്. അതെല്ലാം പുറത്തിട്ടേക്കണം. സഭയിൽ പരിശുദ്ധാത്മാവ് സഭയിൽ നിന്ന് മാറിപ്പോകാൻ തടസ്സം വരുന്ന ഒന്നും നമ്മൾ അകത്ത് കൊണ്ടുവരരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതെല്ലാം നമ്മെ വിട്ട് മാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സകല ജഡത്തിന്മേൽ ആത്മാവിനെ നിറച്ച് 1-ാം നൂറ്റാണ്ടിൽ വർദ്ധിച്ച് പെരുകിയ വലിയ സഭ. പൗലോസ് തന്നെ പറഞ്ഞു, ഞാൻ പോയാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ ഇതിൻ്റെ അകത്ത് വരും. ദൈവസഭയെ ഇല്ലായ്മ ചെയ്യുന്ന, കടിച്ചു കീറുന്നതാണ് ചെന്നായ്ക്കൾ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ എങ്ങനെയാ കയറുന്നത്? ആടിൻ്റെ തോലിട്ട് വിശ്വാസിയുടെ രൂപത്തിൽ വന്ന് കയറി ജനങ്ങളെ വലിച്ചഴച്ചു കൊണ്ടുപോകും. നല്ല രീതിയിൽ വന്നിട്ട് കുറച്ചു കഴിയുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിച്ച് സഭയെ ആക്രമിച്ചില്ലാതെയാക്കും. ഞാനുള്ള കാലത്തോളം, പൗലോസിന് പറയാനുള്ളത്, ഞാനുള്ള കാലത്തോളം ഒരു ചെന്നായിയും ഇതിനകത്ത് കയറില്ല. ആത്മാവിൽ ജ്വലിച്ചു നിൽക്കുന്ന, ആത്മാവിൽ രാപ്പകൽ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിച്ച് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ സഭയെ ഭരമേൽപ്പിച്ച് ഓരോ സഭ മാറി മാറി യാത്ര ചെയ്ത അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ സഭയെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം അവർ പരിശുദ്ധാത്മാവിൽ ജ്വലിച്ചു നിന്നവരായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സീസൺ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോയി, പിന്നെ AD 1500 ആയപ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും വന്നല്ല. പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മുടെ മേൽ വസിക്കാൻ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചതാണ്. സ്വീകരിക്കുവാൻ ആളില്ലാതെ പോയി. എന്നാൽ യേശുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് പകരം മറ്റു പല വിശുദ്ധന്മാരിലുള്ള വിശ്വാസത്തെ കുത്തിത്തിരുകി വിശ്വാസത്തെ ചിതറിപ്പിച്ച് കളഞ്ഞ പിശാചിന്റെ തന്ത്രമാണ് സഭയ്ക്കകത്തുണ്ടായത്. എന്നാൽ 1500 ആയപ്പോൾ മാർട്ടിൻ ലൂതർ പോലെയുള്ള ചിലർ ഇറങ്ങി തിരിച്ചു. കൂദാശകളും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഒക്കെയും ശബ്ദമുയർത്തുന്ന വലിയ കാഹളങ്ങളായി അവർ എഴുന്നേറ്റ് വന്നു. എന്താണ് കൂദാശകൾ? അർത്ഥശൂന്യം. യേശുവിൻ്റെ നാമത്തിലാണ് വിടുതൽ. മാത്രമല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസമാണ് എല്ലാത്തിനും ആധാരം. ആചാരങ്ങളല്ല. പള്ളിയുടെ ചുറ്റും കിടന്ന് ഉരുള് നേർച്ചയും പാപമോചന ചീട്ടുകൾ
വിറ്റ് പണം സമ്പാദിക്കുന്ന സമ്പ്രദായങ്ങൾ സഭകളിൽ മതങ്ങളിലുള്ള കാലത്ത് മാർട്ടിൻ ലൂഥർ പറഞ്ഞു, ഇതൊക്കെ വെറുതെയാണ്. വിശ്വാസത്താൽ നീതിമാന് ജീവിക്കാൻ കഴിയും. സഭയുടെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് മാർട്ടിൻ ലൂഥർ പറഞ്ഞപ്പോൾ മാർട്ടിൻ ലൂഥറിനെ കൊല്ലാനായിട്ട് കുറേ പേര് രംഗത്ത് വന്നു. എന്നാൽ മാർട്ടിൻ ലൂഥറിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു നവോത്ഥാനം, ഒരു റിവൈവൽ ആരംഭിച്ചു, വിശ്വാസത്താൽ നീതീകരണം. എന്നാൽ മാർട്ടിൻ ലൂഥർ വരുന്നതിനൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ഹസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കൂദാശകൾ, അർത്ഥശൂന്യം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഒരു ഇരുമ്പ് കട്ടിലേൽ കിടത്തിയിട്ട് താഴെ വിറകടുക്കി എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ സഭയ്ക്കെതിരെ പറയുന്നത് നിർത്തിയില്ലെങ്കിൽ നിന്നെ ചുട്ടുകൊള്ളും. എന്നാൽ ജോൺ ഹസ് ആ ഇരുമ്പ് കട്ടിലെ കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഒരു പൂവങ്കോഴിയെ പോലെ ഇവിടെ ചുട്ടുകൊല്ലാം, പൊരിച്ചു കൊല്ലാം. എന്നാൽ എൻ്റെ കാലത്തിനപ്പുറം നവീകരണത്തിൻ്റെ ഒരു വലിയ കഴുകൻ ഇംഗ്ലണ്ട് പട്ടണത്തിൻ്റെ മീതെ പറക്കും. ആ കഴുകൻ്റെ ഒരു തൂവല് പോലും കരിക്കാൻ ഹേ നാമധേയ മതമേ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പ്രവചിച്ചിട്ടാണ് ജോൺ ഹസ് ആ ഇരുമ്പ് കട്ടലിൽ പൊരിഞ്ഞ് കരിഞ്ഞ് മരിച്ചത്. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് മാർട്ടിൻ ലൂഥർ എന്ന അച്ഛൻ, പട്ടത്വമുള്ളവൻ, ആ മതത്തിൽ നിന്ന് പുറത്തു വന്ന് വിശ്വാസത്താൽ നീതീകരണമെന്ന് പറഞ്ഞു. ആ ഒരു മൂവ് ആയിരങ്ങൾ രക്ഷിക്കപ്പെടാനിടയായി. വിശ്വസിച്ചവർക്ക് പാപമോചനമുണ്ടെന്നും വിശ്വസിക്കുന്നവർ പുതിയ സൃഷ്ടിയാണെന്നും ഉള്ള സത്യത്തിലേക്ക്, റോമാലേഖനത്തിൻ്റെ ആഴമേറിയ സത്യത്തിലേക്ക് ജനങ്ങൾ വന്നു. ജനങ്ങൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ആയിരങ്ങൾ പള്ളി മതങ്ങൾ വിട്ട് ശരിയായ ആരാധനയിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോഴാണ് ജോർജ് ഫോക്സ് എന്ന, വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ജോർജ് ഫോക്സ് എന്ന ഒരു ചെറുപ്പക്കാരൻ ബൈബിൾ വായിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചു. എന്നാൽ ഇതാരോടെങ്കിലും പറഞ്ഞാൽ അവർ കളിയാക്കും, അതൊക്കെ നിന്നുപോയ കേസാണെന്ന് പറയും, അന്യഭാഷയൊക്കെ. അതുകൊണ്ട് അദ്ദേഹം ഒരു വയലിൽ വൈക്കോൽ തുറുവുണ്ട്, വൈക്കോൽ കൊണ്ട് കെട്ടിയിരിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് 3 ദിവസം ഉപവസിച്ചു, ആരും അറിയാതെ. 3-ാം ദിവസം വൈക്കോൽ തുറു കടന്ന് കുലുങ്ങുന്നു. ജനങ്ങൾ ഓടിച്ചെന്ന് അടുത്ത് ചെന്നപ്പോൾ ജോർജ് ഫോക്സ് ഇരുന്ന് അന്യഭാഷ പറയുന്നു. അങ്ങനെ അന്യഭാഷ പറയുന്ന ജോർജ് ഫോക്സിൻ്റെ കൂടെ കൂടാൻ 3-4 പേര് കൂടി. അത് പിന്നെ 10-15 പേരായി. അവരൊരുമിച്ചിരുന്ന് ഒരിക്കൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ, ഇംഗ്ലണ്ടിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ടെറസിലിരുന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. AD 1500-നും 600-നും ഇടയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. പരിശുദ്ധാത്മ വീണ്ടും തിരിച്ചു വരുന്ന വരവാണ്. ആ ബിൽഡിങ് കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. ആ കുലുക്കം കണ്ടിട്ട് അവിടെ ഉള്ളവർ ഇറങ്ങി, ആ ചുറ്റുമുള്ളവർ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ടടുത്ത് പാർക്കുന്ന ഒരു റിട്ടയർഡ് ജഡ്ജി വെളിയിലോട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ, എല്ലാവരും നോക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം നോക്കുമ്പോൾ, ഈ ബിൽഡിങ്ങിൻ്റെ പേര് കാലായിൻ ബിൽഡിംഗ് എന്നാണ്. ഈ കാലായിൻ ബിൽഡിങ് കടന്ന് കുലുങ്ങുകയാണ്. ഈ കുലുക്കം കണ്ടിട്ട് അദ്ദേഹം ഇട്ട പേരാണ് ക്വയ്ക്കേഴ്സ്. ഇവരെ വിളിച്ച പേരാണ്, ഈ 12 പേരെ വിളിച്ച പേരാണ് ക്വയ്ക്കേഴ്സ്. ക്വയ്ക്കേഴ്സ് മൂവ്മെൻ്റ് ഉണ്ടായത്. ക്വയ്ക്കേഴ്സ് ഇന്നും ഇംഗ്ലണ്ടിൽ, ഞാൻ UK ചെന്നപ്പോൾ ഇംഗ്ലണ്ടിൽ പല ഭാഗത്തും എഴുതി വച്ചിട്ടുണ്ട് ക്വയ്ക്കേഴ്സ്. അങ്ങനെ ഈ ക്വയ്ക്കേഴ്സ് മൂവ്മെൻ്റ് ഉണ്ടായി. കുലുക്കുന്നവർ, അവർ കുലുങ്ങുന്നവർ മാത്രമല്ല, അവർ കുലുക്കുന്നവരുമാണെന്നാണ് ജഡ്ജി പറഞ്ഞത്. വെറുതെ കുലുങ്ങിയാൽ മാത്രം പോരാ, കുലുക്കുന്നവരുമാകണം. അപ്പോസ്തലപ്രവൃത്തി 4-ലുണ്ട്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്ന ഇടം കുലുങ്ങിയെന്ന്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എല്ലാവരും ധൈര്യപ്പെട്ട്
സുവിശേഷം പ്രസംഗിച്ചു എന്ന് വായിക്കുന്നു. കുലുക്കുന്നവർ, കുലുങ്ങുന്നവരും കുലുക്കുന്നവരും. ഇവിടെയെല്ലാം കാണുന്നത് പരിശുദ്ധാത്മാ വീണ്ടും വ്യക്തികളിലൂടെ തിരിച്ചു വരുന്ന, ആര് അതിനുവേണ്ടി എഫർട്ട് എടുക്കുമോ അവിടെ തിരിച്ചു വരാൻ വെമ്പൽ കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ചില ചരിത്രങ്ങളിലൂടെ വരികയാണ്. AD 4-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് നിന്നൊന്നും പോയില്ല. പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവിനെ തിരിച്ച് സഭയിലേക്ക് കൊണ്ടുവരാൻ യേശുവിനെ സ്വീകരിച്ചവർ വേണം. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ്. യേശുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരണം. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് തിരികെ വന്നത്. എവിടെ യേശുവിൽ വിശ്വസിക്കുന്നവരുണ്ടോ മറ്റൊരുത്തൽ രക്ഷയില്ല. ഈ പത്രോസിന്റെ പ്രസംഗം മുഴുവനും അതാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ 20-ാം വാക്യം, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോവും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് അരുളി ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കുള്ളതാണ്. യേശുവിനെ മാത്രം കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് മറ്റൊന്നിലും ആശ്രയിക്കാതെ യേശുവിലൂടെ പിതാവിങ്കലേക്ക് നടക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പരിശുദ്ധാത്മാവ്. മതത്തിന് വേണ്ടിയുള്ളതല്ല. മതം സഭയിൽ കയറിയാൽ, ആചാരങ്ങൾ സഭയിൽ കയറിയാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ഇന്നുള്ള സഭകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ആചാരങ്ങൾ സഭയിൽ നിന്ന് മാറ്റണം, പ്രോഗ്രാമുകൾ മാറ്റണം. ആചാരങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇന്നും പെന്തക്കോസ് സഭകൾ എന്ന് പറയുന്ന നമ്മുടെ സഭകളിലൊക്കെ ഇതുണ്ട്. ഒരു കല്യാണം വരുമ്പോഴൊക്കെ പുടവ കൊടുക്കലും മറ്റേ പരിപാടി, ആ പരിപാടി, ഈ പരിപാടി, പല പരിപാടികളുണ്ട്. എല്ലാത്തിലും ആചാരങ്ങളായി മാറി. ഒരു കല്യാണത്തിന് 2 പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിരിക്കണം, ഇന്നതുപോലെ ചെയ്തിരിക്കണം. 3 പാസ്റ്റർമാർ പ്രാർത്ഥിച്ചാൽ അവിടെ വല്ല അപകടം ഉണ്ടാകും. ഇനി 1 പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ വല്ല കുഴപ്പമുണ്ടാകും. ആചാരങ്ങൾ, നമ്മൾ പോലും അറിയാതെ പല ആചാരങ്ങൾ. ഇത്ര വാക്യം വായിച്ചിരിക്കണം, ഇന്ന വാക്യം വായിച്ചിരിക്കണം, ഇന്ന പാട്ട് പാടിയാലേ കല്യാണമാകൂ. ഇതെല്ലാം ആചാരമായി. കല്യാണത്തിന് പാട്ടൊന്ന് മാറ്റിപ്പാട്. ആചാരങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിലോട്ട് കയറുന്നുണ്ട്. അത് പാടില്ല, ഇത് ധരിക്കാവൂ, ഇത് ധരിക്കണം, ഇന്നതുപോലെ ആയിരിക്കണം. നിയമങ്ങൾ പതുക്കെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിനെ ഇരിക്കാൻ അനുവദിക്കാത്ത നിയമങ്ങൾ നിങ്ങളുടെ സഭയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരണം. പരിശുദ്ധാത്മാവ് സ്വതന്ത്രമായി ചലിക്കുന്ന ഇടമായിരിക്കണം സഭ. ഒരു ടൈമിൽ പോകുന്നതായിരിക്കരുത് സഭ. എന്നാൽ സമയത്തിന് പലപ്പോഴും അതിൻ്റെ നിലയും വിലയും ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൽ പോകുന്ന സഭകളായിരിക്കണം. അപ്പോൾ ചിലർ പറയും പരിശുദ്ധാത്മാവിൽ ചിലപ്പോൾ ആത്മാവിൽ 1 മണിയാണെങ്കിൽ 2 മണി വരെയും പോകും. അത് സുബോധത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പലപ്പോഴും വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെയെല്ലാം ഭയങ്കര ആചാരങ്ങളാണ്. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അന്നത് ചെയ്യണം, അവിടുത്തെ പാസ്റ്റർ ഇന്നത് വേണം, മറ്റേ പാസ്റ്റർ. ചെറുതായിട്ട് ആ കല്യാണവും നടത്തിക്കൂടെ. ഒരു 12:30 ആകുമ്പോൾ ഒരു കല്യാണം നിർത്തിയാലെന്താ? ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞാൽ എത്രയോ പേര് ആ ടൈം കഴിഞ്ഞ് പോയി കളയും. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് എല്ലാവരും ഉപദേശം പഠിപ്പിക്കുന്ന സമയം. പരിശുദ്ധാത്മാവിനെ ജ്ഞാനത്തോടെ പ്രവർത്തിക്കാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കണം. നമ്മളാ തീരുമാനിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ കൊണ്ടുവരുന്നതും പരിശുദ്ധാത്മാവിനെ ഇറക്കി വിടുന്നതെല്ലാം നമ്മളാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇരിക്കണം. നിങ്ങളിരുന്നാൽ പരിശുദ്ധാത്മാവ് വരും. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇരിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നടക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി മുന്നോട്ട് ചുവട് വെക്കണം.
അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എല്ലാ പരിപാടിയും മുറിച്ചു കളയണം. യേശു ഏറ്റവും നിർബന്ധമായി പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ മുന്നോട്ട് പോകണം, കർത്താവിലായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കിത് തുടരാം. അപ്പോസ്തല പ്രവൃത്തി തുടരുകയാണ്. ഈ അധ്യായം കഴിഞ്ഞ മുഴുവൻ അത്ഭുതങ്ങളാണ്. എന്താ കാരണം? പരിശുദ്ധാത്മാവുണ്ടോ അവിടെ അത്ഭുതങ്ങൾ ഉറപ്പാ, വിടുതലുകൾ ഉറപ്പാ. ഞാൻ വിശ്വസിക്കുന്നു അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഇത് കേൾക്കുന്നവർക്കെല്ലാം കൃപ വ്യാപരിക്കും, അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് കൃപയായും ഉണർവായും മാറണമേ. പരിശുദ്ധാത്മാവ് വേദനിച്ചിറങ്ങിപ്പോകുന്ന ഒന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിലോ വീടുകളിലോ വ്യക്തിപരമായ ശരീരമാകുന്ന മന്ദിരത്തിലോ ഉണ്ടാകരുത്. എപ്പോഴും സകല സത്യത്തിലും വഴി നടക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്നവർ സൗഖ്യമാകണം, അവരുടെ ശരീരങ്ങൾ പുഷ്ടിയുള്ളതാകട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം, ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ ആത്മാവ് എല്ലാ മർത്യ ശരീരങ്ങളിലും ജീവൻ പകരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. പ്രത്യേകിച്ച് നാളെ മുതലുള്ള 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ രാവിലെ 10:30 നിങ്ങൾ ഓർക്കുക, കടന്നു വരിക. ഗോഡ് ബ്ലെസ് യു.